ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 9 മണിവരെ 11% പോളിംഗ് രേഖപ്പെടുത്തി. 10 വർഷത്തിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജമ്മുകശ്മീരിലെ ജനങ്ങൾ ജനാധിപത്യാവകാശം വിനിയോഗിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തു. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജമ്മുകശ്മീരിലെത്തും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എങ്ങനെയാണ് ഈ വോട്ടെടുപ്പിന്റെ പുരോഗതി? വേണു, വോട്ടെടുപ്പ് ഇതുവരെയും സമാധാനപരമായി തന്നെ പുരോഗമിക്കുകയാണ്. പ്രധാനമായും നഗരപ്രദേശങ്ങളിലെ മണ്ഡലങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രതികരണം വോട്ടർമാരിൽ നിന്നും ആദ്യ നിമിഷം മുതൽ ലഭിച്ചിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകൾക്ക് പുറത്ത് രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കുന്ന ഘട്ടങ്ങളിൽ തന്നെ പലയിടങ്ങളിലും ക്യൂ രൂപപ്പെട്ടിരുന്നു. എന്തായാലും 9 മണിവരെ 11.11% പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കിഷ്ത്വറിലാണ്. തീവ്രമായി ഭീകരവാദി സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് കിഷ്ത്വർ. ഒപ്പം തന്നെ കഴിഞ്ഞയാഴ്ച പോലും സൈന്യവും ഭീകരവാദികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ പ്രദേശമാണ്. ഈ മേഖലകളിലെല്ലാം തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അക്രമ സംഭവങ്ങൾ വ്യാപിച്ച പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏജൻസികളിൽ നിന്നും റിപ്പോർട്ട് തേടുകയും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 ജില്ലകളിലായി 24 മണ്ഡലങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ ജമ്മു കശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 3276 പോളിംഗ് സ്റ്റേഷനുകളിലും ശക്തമായ സുരക്ഷാ ക്രമീകരണം സായുധരായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ തന്നെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 24 മണ്ഡലങ്ങളിൽ 8 എണ്ണം ജമ്മു മേഖലയിലും 16 എണ്ണം കശ്മീർ മേഖലയിലും ഉൾപ്പെട്ടതാണ്. ഇത്തവണ കനത്ത വാശിയേറിയ മത്സരമാണ്. ഒട്ടേറെ പ്രത്യേകതകൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്. വേണു സൂചിപ്പിച്ച പോലെ തന്നെ 10 വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒപ്പം തന്നെ അനുച്ഛേദം 370 പിൻവലിച്ച ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്യന്തം വാശിയേറിയ പ്രചരണം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി, CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ മുഹമ്മദ് യൂസഫ് തരിഗാമി, നാഷണൽ കോൺഫറൻസിന്റെ സക്കീന ഇറ്റു, കോൺഗ്രസിന്റെ മുൻ ജമ്മു കശ്മീർ അധ്യക്ഷനും നിലവിൽ AICC ജനറൽ സെക്രട്ടറിയുമായ ഗുലാം അഹമ്മദ് മിർ അടക്കമുള്ള പ്രമുഖ സ്ഥാനാർത്ഥികൾ ആദ്യ ഘട്ടത്തിൽ തന്നെ ജനവിധി തേടുന്നുണ്ട്. വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം 11 മണിയോടെ ലഭ്യമാകും. വേണു, ശരി. ജമ്മു കശ്മീർ വിധി എഴുതുന്നു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.